ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ദർപ്പണത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അതെ, കഴിഞ്ഞ ആഴ്ചയിലെ ഓലച്ചൂട്ട് പരിപാടി കിണറിനെ കുറിച്ചുള്ളതായിരുന്നല്ലോ. അതെ. ആ പരിപാടി കേട്ടിട്ട് CV ദയാനന്ദൻ പയ്യന്നൂർ ചില ഓർമ്മകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. BK അനിൽകുമാർ കിണറിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ കേട്ടു. അതിൽ കിണർ പണിയിലെ ആർച്ച് താക്കലിനെ കുറിച്ച് പറഞ്ഞല്ലോ. പണ്ടുകാലത്ത് ഈ ആർച്ച് താക്കലിന് പകരം നെല്ലിപ്പലക താക്കൽ ആയിരുന്നു. വെള്ളത്തിന്റെ പരിശുദ്ധിക്കും സ്വാദിനും തണുപ്പിനുമൊക്കെ നെല്ലിയുടെ പലക ഗുണം ചെയ്യും എന്നതുകൊണ്ടായിരുന്നു അത്. ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഈ നെല്ലിപ്പലക? കണ്ടിട്ടുണ്ടോന്നോ? എല്ലാ ഞായറാഴ്ചയും ഞാൻ കാണുന്നതല്ലേ ക്ഷമയുടെ നെല്ലിപ്പലക. അത് സ്ട്രോങ് ആയതുകൊണ്ടല്ലേ ഈ ദർപ്പണം പ്രശ്നമില്ലാതെ പോകുന്നത്. ഓ, അങ്ങനെ. പക്ഷേ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അത് മിക്കവാറും തകരും. ഏയ്, അത്ര വേഗം തകരൊന്നുമില്ലത്. 1000 വർഷം പഴക്കമുള്ള നെല്ലിപ്പലക ഇന്നാളെവിടുന്നോ കണ്ടെത്തിയല്ലോ, ഒരു തകരാറില്ലാണ്ട്. പക്ഷേ അത് ഒറിജിനൽ ആയിരുന്നു. ചേച്ചി, ഇന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടാ വരുന്നത്. നെല്ലിപ്പലകന്റെ കാര്യ? തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഇപ്പോഴും ഇത് ഉണ്ടാക്കുന്നവരുണ്ട് എന്ന് കേട്ടു. അവരുടെ അടുത്തുനിന്ന് തന്നെ ചേട്ടന് ക്ഷമയുടെ നെല്ലിപ്പലക സ്ട്രോങ് ആക്കാനും പഠിക്കാം. കാരണം അത്ര ക്ഷമ വേണ്ടുന്ന ജോലിയാണത്രേ അത്. അത് ഞാൻ സ്ട്രോങ് ആക്കിക്കോളാം. ഞാൻ തീരുമാനിച്ചത് അതല്ല. പിന്നെ ചേച്ചി ഓരോന്ന് പറയുമ്പോ ഞാൻ തിരിച്ചു പറയുന്നതാണല്ലോ എനിക്ക് തന്നെ പാരയായിട്ട് വരുന്നത്. അതുകൊണ്ട് ചേച്ചി ഇനി എന്ത് പറഞ്ഞാലും ഞാൻ കമാന്നൊരക്ഷരം മിണ്ടില്ല. അതിന് കമാന്ന് ഒരക്ഷരല്ലോ, 2 അക്ഷരല്ലേ? ഓ, ഇതെന്താപ്പാ ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ? പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം ഇല്ലേ? അതൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇങ്ങനെയല്ല പറയേണ്ടത്. ഇനി ഞാൻ കമ എന്ന് മിണ്ടില്ല, ഇങ്ങനെ പറയണം. ഓ, ആയിക്കോട്ടെ. എന്തായാലും അത്ര വലിയ ശബ്ദമൊന്നും ചേട്ടൻ എടുക്കണ്ട. എന്താന്ന് വെച്ചാല് നമ്മൾക്ക് എന്ത് കാര്യം പറയണമെങ്കിലും ഈ കാ മുതൽ മാ വരെയുള്ള വർഗാക്ഷരങ്ങൾ വേണല്ലോ. അതുകൊണ്ടാണ് ഒന്നും മിണ്ടരുത് എന്ന് സൂചിപ്പിക്കാൻ ഇങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ചേട്ടൻ കമാന്ന് മിണ്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടാണ്ട് ദർപ്പണം തീരുന്നത് വരെ ഇരിക്കേണ്ടി വരും. എന്നെ മിണ്ടിച്ചാലല്ലേ ചേച്ചിയുടെ ഉദ്ദേശം നടക്കൂ? തന്നെ. അപ്പോ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. അഞ്ചരക്കണ്ടിയിൽ നിന്നും ബാബു നായർ. 2 ആഴ്ച ഓലച്ചൂട്ട് കേൾക്കാണ്ടായപ്പോ വിചാരിച്ചു, അയ്യോ ഓലച്ചൂട്ട് ഇനി ഉണ്ടാവില്ലാന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും കേട്ടത്. വലിയ സന്തോഷം തോന്നി. എന്താന്ന് വെച്ചാല് അനിൽകുമാർ അവതരിപ്പിക്കുന്ന ഓരോ വിഷയവും നമ്മുടെയൊക്കെ സ്വന്തം ജീവിതാനുഭവങ്ങളല്ലേ. സൈക്കിള്, മുണ്ട്, നാടകം, തെയ്യം, കിണറ് എന്ന് വേണ്ട എല്ലാം ഒരു സിനിമ കാണുന്ന പ്രതീതിയാണ് ഇത് കേൾക്കുമ്പോൾ. ഇനിയും ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എത്രയോ വിഷയങ്ങൾ കേൾപ്പിക്കാനുണ്ടാവും. അഭിനന്ദനങ്ങൾ അനിൽകുമാറിനും ആകാശവാണിക്കും. അടുത്ത മെസ്സേജ് സുനീഷ് കൊറ്റാളി. 4-5 തീയതികളിൽ ജാലകത്തിൽ MR പയ്യട്ടം കഥാപ്രസംഗത്തിന്റെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ചത് ആ കലാരൂപത്തിന്റെ തുടക്കം മുതലുള്ള വളർച്ചാ പരിണാമങ്ങളെക്കുറിച്ച് അറിയാൻ സഹായകരമായി. ചില കാര്യങ്ങളൊക്കെ കേട്ട് മറന്നവയായിരുന്നു. അവയൊക്കെ വീണ്ടും ഓർത്തെടുക്കാൻ കഴിഞ്ഞു. കഥാപ്രസംഗം എന്ന കല ആദ്യമായി പരിചയപ്പെട്ടതും പിന്നീട് കുറെ കാലം ആസ്വദിച്ചതും ആകാശവാണിയിലൂടെ തന്നെ ആയിരുന്നു. ശ്രീ പയ്യട്ടം പറഞ്ഞതുപോലെ ഗഹനമായ പല സാഹിത്യകൃതികളും ലളിതമായ ഭാഷയിൽ സാധാരണക്കാരിൽ എത്തിക്കുന്നതിൽ കാഥികർ വഹിച്ചിട്ടുള്ള പങ്ക് വലുതാണ്. ഇത് പറയുമ്പോഴാണ് ഒരു കഥാപ്രസംഗം ലൈവായി കണ്ടിട്ട് എത്രയോ കാലായി. ഞാൻ പണ്ട് എത്ര സ്റ്റേജിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? ഓ, അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലില്ല, അതൊക്കെ പറഞ്ഞിട്ട് വേണോ അറിയാൻ. ഈ ലോകത്ത് എന്തൊക്കെ കലാരൂപങ്ങളുണ്ടോ അതൊക്കെ ചേട്ടൻ അറിയാലോ. ഒക്കെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടും ഉണ്ടാവും. ഇനിയിപ്പോ ഞാൻ അമുകുഞ്ചു ഡാൻസിനെ പറ്റിയോ മകിഷി ഡാൻസിനെ പറ്റിയോ പറഞ്ഞ അതും എനിക്കറിയാം, ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് പറയും ചേട്ടൻ. അതിനെന്താ, അറിയുന്നുണ്ടല്ലേ പറയണത്? ഓഹോ, ഞാൻ ഈ പറഞ്ഞത് ആഫ്രിക്കയിലെ കാട്ടുവർഗക്കാരുടെ ഡാൻസ് ആണ്. ഓ, അവർ ഓൺലൈൻ വഴി ചേട്ടനെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഫീസൊക്കെ ക്യാഷ് ആയിട്ടാണോ അതോ വല്ല ചക്കയും മാങ്ങയും പാഴ്സലായിട്ട് അയച്ചു കൊടുത്തോ? ചേച്ചി നമസ്കാരം, മതി. അപ്പോ ആ ജാലകത്തെ കുറിച്ച് കുറെ പേര് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കാഥികൻ MR പയ്യട്ടവുമായി KV ശരത്ചന്ദ്രൻ നടത്തിയ സർഗസംവാദം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ഉത്സവ പറമ്പുകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഈ മെസ്സേജ് അയച്ചത് TK ശശിധരൻ നായർ, വിഷ്ണു നന്ദൻ, തങ്കമണി ദേവാനന്ദി എന്നിവർ ബദിയെടുക്ക മുനിയൂരുന്നു അല്ലേ? അതെ. പിന്നെ T ഗംഗാധരൻ മാസ്റ്റർ അടൂർ എഴുതുന്നത് എഴുതാതിരിക്കാനാവുന്നില്ല. അത്ര രസകരമായിരുന്നു ആ അനുഭവ വിവരണം എന്നാണ്. രമണനും വാഴക്കുലയും മാമ്പഴവും ഇന്നും ജനമനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നതിൽ കഥാപ്രസംഗ കലയ്ക്ക് വലിയൊരു പങ്കുണ്ട്.
പിന്നെ കെ കൃഷ്ണൻ കരിപ്പാൽ, നന്ദനൻ കാട്ടാമ്പള്ളി എന്നിവരൊക്കെ ആ പരിപാടി ഹൃദ്യമായി എന്നെഴുതുന്നുണ്ട്. ഡിസംബർ 6, 7 തീയതികളിൽ പ്രക്ഷേപണം ചെയ്ത എഴുത്തുകാരൻ എൻ ശശിധരന്റെ കാടകം ദിനങ്ങൾ ഓർമ്മകൾ ശ്രദ്ധേയമായെന്നാണ് സന്തോഷ് ഒഴിഞ്ഞവളപ്പ് കൊടക്കാട് നിന്നും. അനുഭവ സമ്പന്നനായ ഒരു എഴുത്തുകാരൻ്റെ ഭാഷണം ഏറെ പ്രചോദനകരമായിരുന്നു. ഒപ്പം ചരിത്രപരമായ അറിവുകൾ പുതുതലമുറയ്ക്ക് പകരാനും അദ്ദേഹത്തിന് സാധിച്ചു. തേനിൻ മധുരം പകർന്നു തന്നൊരു മധുരിതമായൊരു ജാലകമേ, മധുരം തന്നു സുഖവും തന്നു, തേനിൻ പലവിധ അറിവും തന്നു. എങ്ങനെയുണ്ട് എന്റെ കവിത ചൊല്ലൽ? കവിതയാ? ഇങ്ങനെയാണോ കവിത ചൊല്ലുക? ഓട്ടംതുള്ളില് പോലെ ഉണ്ടല്ലോ. പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കെ വി കോറോം, താങ്കളുടെ മനോഹരമായ കവിതയെ ഈ ചേട്ടനിതാ ഓട്ടംതുള്ളലാക്കിയിരിക്കുന്നു. സാരമില്ലല്ലേ, വളരെ ജനകീയമായ മനോഹരമായൊരു കലയാണല്ലോ ഓട്ടംതുള്ളൽ. ഓ, ചമ്മലു മാറ്റാനുള്ള ചേച്ചിയുടെ തത്രപ്പാടേ. 60 തന്നു തേനിൽ മുക്കി ശനിയാഴ്ചയിലെ ജാലകം. 2-ാം തീയതി രതീശൻ മാസ്റ്റർ തേനിനെ കുറിച്ച് നടത്തിയ പ്രഭാഷണം ഇഷ്ടപ്പെട്ടു എന്നറിയിക്കാനായിരുന്നു ഈ കവിത. ഏച്ചൂരിൽ നിന്നും ശ്രീജ ദിനേശ്, അതുപോലെ ഉരുവച്ചാലിൽ നിന്നും ഷീന എന്നിവരൊക്കെ ആ ജാലകം തേനിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായകമായി എഴുതിയിട്ടുണ്ട്. പിന്നെ ചേച്ചി, എങ്ങനെ പറ്റുന്നു ഇത്ര രസകരമായി വർത്താനം പറയാൻ? ഓ, ഒടുവിൽ ചേട്ടൻ അത് അംഗീകരിച്ചു അല്ലേ? സന്തോഷമായി. പിന്നെ അംഗീകരിച്ച്. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല, ഒരു ശ്രോതാവിന്റെ മെസ്സേജാ. മാച്ചേരി അയ്യപ്പൻ മലയിൽ നിന്നും ഷൈന ആനന്ദ്. ഓഹോ, എങ്കിൽ ഇരട്ടി സന്തോഷായി. അത്രക്ക് അങ്ങോട്ട് സന്തോഷിക്കണ്ട കേട്ടാ. ചേട്ടനെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന കളിയാക്കുന്ന ചേച്ചിയെ ഇങ്ങനെ വെറുതെ വിടരുത്. ഈ അയ്യപ്പൻ മലയിലെ കുറച്ചുപേർ ചേട്ടനൊപ്പം ഉണ്ട്. അയ്യോ, ഞാനൊരു പാവാണെന്ന് പറഞ്ഞു കൊടുക്കൂ. ഓ, ഒരിക്കലുമില്ല. അതുമാത്രമില്ല, ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ കുറച്ചുപേരുടെ ഒരു സപ്പോർട്ട്, ഒരു കട്ട സപ്പോർട്ടൊക്കെ കിട്ടുന്നത് കേട്ടോ. അത് ഞാൻ ഇല്ലാതാക്കില്ലല്ലോ. നടക്കട്ടെ. എന്തായാലും രണ്ടുപേരുടെയും സംസാര ശൈലി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കഥ കേട്ട് രസിച്ചു വരികയായിരുന്നു, അപ്പോഴേക്കും നിർത്തിക്കളഞ്ഞല്ലോ എന്ന് ഷീബ മണത്തണ. എന്താ കഥ? കഴിഞ്ഞ ആഴ്ചയിലെ സിനിമാ സലാപത്തെ കുറിച്ചാണ്. അരമണിക്കൂറിലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ജീവിത നൗകയുടെ കഥ രസിച്ചു കേട്ടു. ആദ്യകാല മലയാള സിനിമയുടെ കഥകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പിന്നെ ഈ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിൽക്കുകയാണ് വേറൊരാള്. ആരാന്ന് വെച്ചാല് ജിമ്മി ജോർജ് കോളിച്ചാൽ. അദ്ദേഹം പറയുന്നത് 9:57 ഒരു പരിപാടി അവസാനിപ്പിച്ചാൽ പിന്നെ 10 മണിവരെ എത്താൻ വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്ന വാദ്യസംഗീതം ഒരു 5 മിനിറ്റ് സമയം പ്രക്ഷേപണം ചെയ്താൽ എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ട്. ഏതായാലും കത്ത് മുഴുവൻ വായിക്കാം നമുക്ക്. പിന്നെ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നുള്ളത് നമുക്ക് പറയാം. എന്താണ് ഇത്? പണ്ടാരോ പറഞ്ഞതുപോലെ ഉറങ്ങുന്നവരെ വിളിച്ചു വരുത്തി ചോറില്ല എന്ന് പറയുന്നത് പോലെയല്ലേ നിങ്ങളുടെ രീതി? എസ്.എ. സ്വാമി ഗിറ്റാറിൽ വായിച്ച ഒരു ചലച്ചിത്രനാദം എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി എത്ര കാലം കാത്തിരിക്കണം എന്നൊക്കെയാണല്ലേ. ഏതായാലും നമ്മൾ ആകാശവാണിയുടെ ഒരു രീതി, നമ്മളുടെ സമയം എന്നുള്ളത് വളരെ കൃത്യമാണല്ലോ. ആകാശവാണി സമയം എന്ന് പൊതുവെ പറയാറുണ്ടല്ലേ. അപ്പോ 10 മണിക്ക് തുടങ്ങേണ്ട ഒരു പരിപാടി 9:57 ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല. അതുപോലെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയം എത്തുന്നത് വരെയുള്ള ഒരു ചെറിയ ആ ഒരു സമയ ദൈർഘ്യം, അതിൽ നമ്മൾ വാദ്യസംഗീതം പ്ലേ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത് നമ്മുടെ ഒരു ശൈലിയാണ്. 9:57 ഒരു പരിപാടി അവസാനിച്ചു, 10-നാണ് അടുത്ത പരിപാടിയെങ്കിൽ ആ 3 മിനിറ്റ് സമയം വെറുതെ പോകുന്നതിന് പകരം ഒരു വാദ്യസംഗീതം കേൾപ്പിക്കുക. ഏകദേശം അത് 10 മണി കറക്റ്റ് സമയമാകുമ്പോൾ നമ്മൾ അടുത്ത പരിപാടി ആരംഭിക്കുക എന്നുള്ളതാണ് ഒരു കീഴ്വഴക്കം. ആ വാദ്യസംഗീതം മനോഹരമാണെന്ന് നമുക്കറിയാം. ആ വാദ്യസംഗീതം പരിപൂർണതയിലെത്തിക്കാൻ 5 മിനിറ്റ് കൂടി പ്ലേ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതിൽ നിങ്ങളുടെ താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ അടുത്ത മെസ്സേജ് കാർത്തിക മാലൂരിൻ്റെതാണ്. ഡോക്ടർ കെ സുഗതൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടപ്പെട്ടു. രമ്യ രാമചന്ദ്രൻ നീലേശ്വരം പുതുക്കയിൽ നിന്ന് എഴുതുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു എഴുത്ത്. ഡിസംബർ 2 യുവവാണിയിൽ ശ്യാമിലി കൃഷ്ണന്റെ ലളിത ഗാനം ഇഷ്ടപ്പെട്ടു എന്നാണ്. അതുപോലെ തന്നെ പ്രിയമുള്ള സ്വപ്നത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനവും ഇഷ്ടപ്പെട്ടു. പിന്നെ ബാലനാരായണൻ കതിരൂർ പറയുന്നത് ദർപ്പണം വായന ഒരു കുത്തുപൊറോട്ട കഴിച്ചതുപോലെ സന്തോഷം തരുന്നതാണ് എന്നാണ്. അല്ല, കൊത്തുപൊറോട്ടയാണല്ലേ? കൊത്തുപൊറോട്ടയാണ് ചേച്ചി. സോറി. എന്താ ഇത് വായിക്കാനും അറിയില്ല. ബാലനാരായണൻ ക്ഷമിക്കുക കേട്ടോ. കാരണം ഈ കുത്തി ശീലമുള്ളത് കൊണ്ട് ചേച്ചിക്ക് എല്ലാം അങ്ങനെയാണ്. പിന്നെ മോഹനം പരിഹാരത്തിന്റെ വാട്സാപ്പ് ഇങ്ങനെയാണ്. ദർപ്പണത്തിലേക്ക് എല്ലാ ആഴ്ചയും എഴുതണം എന്ന് ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ ഒന്നിടവിട്ടേ അയക്കാറുള്ളൂ. എത്ര തിരക്ക് ആയാലും ബുധനാഴ്ച രാത്രി 10:30 ഞാൻ കേട്ടിരിക്കും. അനിർവചനീയമായ അനുഭൂതിയാണ് പ്രദാനം ചെയ്യുന്നത് ആ പരിപാടി.
പിന്നെ സജീവൻ സി ചേലക്കാടും ആ പരിപാടിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ അവതരിപ്പിച്ച നിശാസുരഭി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഇദ്ദേഹത്തിന്റെ എഴുത്ത്. രമാഭാസ്കരൻ വേളം ഒരു കത്തെഴുതി അത് ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുകയാണ്. വായിക്കാൻ പറ്റുന്നില്ലേ? വായിക്കാൻ പറ്റുന്നുണ്ട്. നല്ല വൃത്തിയിലെഴുത്താണല്ലോ. വൃത്തിയിലെഴുത്താണ്. ഞാൻ എനിക്കിപ്പോ കത്തൊക്കെ പേടിയാണ് കേട്ടോ. ചേച്ചിക്ക് കുത്താനുള്ള അവസരമാകുമോ എന്നുള്ളതുകൊണ്ട് എല്ലാ കത്തും വളരെ കൃത്യമായി നിരീക്ഷണത്തിന് വിധേയമാക്കിയ ശേഷം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ശ്രോതാക്കൾക്ക് ഒരുപടി നല്ല ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്ത ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ്. ഏതാണ് പരിപാടി? തൃക്കാർത്തിക ദിവസം രാവിലെ പ്രക്ഷേപണം ചെയ്ത ഗാനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ്. ഓക്കെ. ശിവദേവ് കൊറ്റാളിന്റെ മെസ്സേജ് 1-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗത്തിലെ രാമേട്ടൻ അഥവാ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന കഥ സമൂഹ മനസാക്ഷിക്ക് നേരെയുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്നു എന്ന് അറിയിച്ചാണ്. TP മായാമണി ആരോഗ്യദീപ്തിയിൽ പങ്കുവച്ച വിഷയം വളരെ ഉപകാരപ്രദമായി എഴുതിയിട്ടുണ്ട്. ഗർഭാശയ സ്ഥാനചലനം കാരണവും പരിഹാര മാർഗങ്ങളും അധികമാരും പറഞ്ഞു കേൾക്കാത്ത വിഷയമായിരുന്നു ഒട്ടുമിക്ക സ്ത്രീകളും നേരിടേണ്ടി വരുന്ന അവസ്ഥ. ഡോക്ടർ അമ്പിളിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പ്രക്ഷേപണം ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് പരിഗണിക്കാം. അതെ. പിന്നെ AK സുരേന്ദ്രൻ അഞ്ചരക്കണ്ടി ഡിസംബർ 6 രാവിലെ 8:30 പ്രക്ഷേപണം ചെയ്ത സംഗീത മാധുരി അല്ലെ ആസ്വാദികരമായി രമേശ് നാരായണൻ, സുജാത എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഗസൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഏതൊരു ജോലിയും ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്കത് മടുപ്പുണ്ടാക്കില്ല. അത് ശരിയാണ്. അതുപോലെ ഒരു വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടെന്നാൽ ഒരാൾക്ക് ഒറ്റപ്പെടൽ എന്ന അവസ്ഥ തോന്നില്ല. കറക്റ്റാണ്. പകലിടങ്ങളിൽ എന്റെ ഏകാന്തത അകറ്റുന്നതിൽ റേഡിയോയ്ക്ക് വലിയ പങ്കുണ്ട്. അതോടൊപ്പം എന്റെ വീട്ടുജോലികൾ ആയാസകരമാക്കാനും അനായാസമാക്കാനും എന്നാണ് പറയേണ്ടത്. പറഞ്ഞു വന്നത് ഓർമ്മകളുടെ സംഗീതത്തിൽ ബിച്ചു തിരുമലയുടെ വിരൽ തുമ്പിലൂടെ പിറവിയെടുത്ത അതിമനോഹരമായ ഗാനങ്ങളും അവയെക്കുറിച്ചുള്ള ഓർമ്മകളും അടങ്ങിയ ഗാനരചനാ ജീവിതം കവി തന്നെ പങ്കുവച്ചത് ആസ്വാദ്യകരമായപ്പോൾ എന്റെ വീട്ടുജോലികൾ കൂടി അതിന്റെ കൂടെ അനായാസമായി നടന്നു എന്നാണ് പറയുന്നത് ബിന്ദു സുന്ദർ പറശ്ശിനിക്കടവ്. ഈ റേഡിയോ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആകാശവാണി കേൾക്കുക എന്ന് പറയുന്നത് മറ്റ് ജോലികളെ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം. കേൾവിയുടെ സുഖം അതാണ്. ഇനി കുറച്ച് കത്തിലേക്ക് കിടക്കാം. നമ്മുടെ MK രാധാകൃഷ്ണൻ അല്ലെ കാക്കൂരിൽ നിന്ന് എഴുതുന്നത് സിനിമാ സല്ലാപത്തെ കുറിച്ചാണ്. ഇറ്റാലിയൻ സിനിമാ ചിന്തകൾക്കൊപ്പം കൂട്ടിന് വന്ന പാട്ടുകളും ഹൃദയഹാരിയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. വേറെയും കത്തുണ്ടല്ലേ അദ്ദേഹത്തിന്റെ. പിന്നെ കിസാൻ വാണിയിൽ മാസത്തിൽ ഒരു ദിനം കത്തുകൾ മുഖേനയുള്ള ചോദ്യോത്തര വേദി പ്രക്ഷേപണം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കത് പരിഗണിക്കാവുന്ന കാര്യമാണ്. ഇത് കഥാപ്രസംഗത്തെ കുറിച്ചാണ്. മലപ്പുറത്ത് നിന്ന് കുഞ്ഞിപ്പ പന്താവൂർ, വിനോദ് ചമ്പക്കരയും കൂട്ടരും അവതരിപ്പിച്ച കഥാപ്രസംഗം ശക്തം, വളരെ ഇഷ്ടപ്പെട്ടു. TV രവീന്ദ്രൻ കുറ്റൂരിന്റെ ഒരു സംശയമാണ്. പണ്ടുകാലത്ത് പത്രങ്ങളിൽ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കാണാറുണ്ട്, ഇന്നത് കാണുന്നില്ലല്ലോ, അതിന്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ആകാശവാണിയുടെ പരിപാടികളുടെ അറിയിപ്പുകൾ കൊടുക്കുന്ന രീതിയില്ല പത്രങ്ങളിൽ. കാരണം ചില പത്രങ്ങൾക്ക് സ്വന്തമായി FM റേഡിയോ സ്റ്റേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലേ. പിന്നെ സതീശൻ മുമ്പള്ളി കൊറ്റാളി എഴുതുന്നത് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ മധുരാജ് ജാലകം പരിപാടിയിലൂടെ ഈ രംഗത്തെ അനുഭവങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുമായി പങ്കുവച്ചത് ശ്രദ്ധേയമായി. ജാലകത്തിൽ മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഗായിക നീലേശ്വരത്തെ ചാരുലതയെ പരിചയപ്പെടുത്തിയത് ഏറെ ഹൃദ്യമായി എന്നാണ് കാർത്തിക അണ്ടലൂർ എഴുതിയിരിക്കുന്നത്. നവംബർ 30-ാം തീയതി രാവിലെ വേലായുധൻ വടവുകോട് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. കുഞ്ഞിമംഗലത്തു നിന്നും C ഭാസ്കരന്റെ കത്ത്. K നാരായണൻ ചെറുപഴശ്ശി, അതുപോലെ തന്നെ ഷിജിത് കുമാർ കാര്യങ്കോട് കാസർഗോഡ്, പൂമംഗലത്ത് നിന്ന് പ്രദീപൻ, വസന്ത, പാറു, ആദിനാഥ്, രുദ്രാക്ഷ്, മുത്തുമണി, അതുപോലെ P അമേഘ കരിമ്പം എന്നിവരൊക്കെ കത്തയച്ചിട്ടുണ്ട്. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം പറയാം. ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4. ഇനി വാട്സാപ്പ് വഴിയാണെങ്കിൽ 94 95 96 70 80. നിങ്ങളോടൊപ്പം PV പ്രശാന്ത് കുമാർ, മഞ്ജു രമേശ്.